സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ നിർവഹിച്ചു. ഓണക്കാലമായിട്ട് കേരളത്തിന് കൂടുതൽ അരി നൽകണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയെങ്കിലും ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ഇത്തവണ 30,000-ൽ പരം ക്ഷേമസ്ഥാപനങ്ങൾക്ക് ഓണക്കിറ്റ് നൽകും. ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥർ എത്തിക്കും. 4 അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് വിതരണം ചെയ്യുക. ഇത്തരത്തിൽ 10,000-ലധികം കിറ്റുകൾ നൽകും. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ മാറുന്നതിൻ്റെ ലക്ഷണമാണ്. അത് ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള ഗവൺമെൻറ് ഇടപെടലുകളുടെ അംഗീകാരമാണ്. റേഷൻ കടകളെടുത്ത് നോക്കിയാലോ, കഴിഞ്ഞ മാസം 82 ലക്ഷം കുടുംബങ്ങളാണ് റേഷൻ കടകളിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയത്. ഈ 2 കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഉൽപ്പന്നങ്ങൾ, ആവശ്യമായ സാധനങ്ങൾ ന്യായവിലയ്ക്കും സബ്സിഡിയായി നൽകാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത്തവണ പിങ്കു കാർഡുകാർക്ക് നിലവിലുള്ള വിഹിതത്തിനു പുറമെ 5 കിലോ അരി അധികം നൽകും. നീലക്കാർഡിന് 10 കിലോ അരിയും വെള്ളക്കാർഡിന് 15 കിലോ അരിയും വീതമാണ് നൽകുക. നാളെ മുതൽ റേഷൻ കടകളിലൂടെ വിതരണം ആരംഭിക്കും. അടുത്ത മാസം 4 വരെ കിറ്റുകൾ വാങ്ങാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.